എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് റിമോട്ടായിട്ടുള്ള ഏരിയ ആയിരുന്നു. മാത്രമല്ല അവിടെ ഫോണിന് തന്നെ റേഞ്ചൊന്നും കാര്യമായിട്ട് ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര ഹൈ സ്പീഡായിട്ടുള്ള ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് ഇത്ര ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഇവിടെ കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ആ ജിയോയുടെ എയർ ഫൈബർ വെച്ചിട്ടാണ് അവർക്ക് അത്ര സ്പീഡായിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ അവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് ചെറിയ റിസർച്ച് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഏകദേശം 1,66,000 ലൊക്കേഷൻസിൽ ഇന്ത്യയിലുടനീളം എയർ ഫൈബർ അവൈലബിൾ ആണ്. അതായത് ഇന്ത്യയുടെ ഏകദേശം ഓൾമോസ്റ്റ് ഏരിയ കവർ ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ശരിക്കും ഇത്ര ഒരു ലൊക്കേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. മാത്രമല്ല, ഇപ്പം കേരളത്തിലെ കാര്യം വിടുവാണെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൃഷിസ്ഥലങ്ങൾ റിമോട്ടായിട്ടുള്ള ഏരിയകളിൽ ഒരു കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ അറിവുകൾ നേടാൻ, അതുപോലെ വിളകളെ പറ്റി അറിയാനൊക്കെ ശരിക്കും ഇന്ത്യയിലെ ഗ്രാമീണർക്ക് ഒരുപാട് സഹായമായിട്ടുള്ള സംഭവമാണ് ഈ ജിയോയുടെ എയർ ഫൈബർ എന്ന് പറയുന്നത്. കോവിഡിനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓൺലൈനായിട്ട് പല കോഴ്സുകൾ ചെയ്യുന്നുണ്ട്, അതുപോലെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് കർഷകരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ PM കിസാൻ പോലെയുള്ള ആപ്പുകൾ ഉപയോഗിക്കാനായിട്ട് അവർക്ക് പ്രാപ്തമാക്കിയിട്ടുള്ളത് ഇതുപോലെ ജിയോ ഫൈബർ, അതുപോലെ തന്നെ എയർ ഫൈബർ കണക്ഷനുകൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു 1 GB വെച്ചിട്ട് ഒരു മാസം പോയിക്കൊണ്ടിരുന്ന ആളുകളുടെ നിലയിൽ നിന്ന് ഇപ്പോൾ ഡെയിലി നമുക്ക് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റിലേക്ക് നമ്മളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ജിയോ എടുത്തുള്ള എഫോർട്ട് ഭയങ്കര വലുതാണ്. അതിന് ഞാൻ ജിയോയുടെ ഒരുപാട് നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.